ഇത്രയേറെ സ്ത്രീകൾ ഇവിടെ നിൽക്കുന്നു. അപ്പളാ സ്ത്രീകളുടെ സീറ്റ് അയാള്. ഇത് കണ്ടിട്ടെന്തേ ആരും പ്രതികരിക്കുന്നില്ല? ഇതങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ഹലോ 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 മാഷേ, ഇതേ സ്ത്രീകളുടെ സീറ്റാ. ഓ സോറി, ഇങ്ങോട്ട് ഇരുന്നോളൂ. ഇത് എവിടുന്ന് വരുന്നു? എന്തു പറ്റി? ഇരിക്കുന്നില്ലേ? ഞാനേ ഇരിക്കുന്നുള്ളൂ, താൻ ഇങ്ങോട്ട് എഴുന്നേറ്റേ. ഇത് സ്ത്രീകളുടെ സീറ്റാ. എന്നെ എഴുന്നേൽപ്പിച്ചിട്ട് തനിക്ക് ഇവിടെ ഇരിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? ഇത് സ്ത്രീകളുടെ സീറ്റ് ആയതുകൊണ്ട് തന്നെയാ നിർബന്ധം. ഇനി എന്തെങ്കിലും അറിയാനുണ്ടാവോ മാഷിന്? ഓ, എല്ലാം അറിഞ്ഞാലേ അവിടെ നിന്നും എഴുന്നേൽക്കത്തുള്ളോ? ഓ, ഇനി ഒന്നും അറിയാനില്ലേ? സ്ത്രീകളുടെ സീറ്റിൽ ഇരുന്നോളൂ സ്ത്രീയെ. ദേ ഇങ്ങോട്ട് ഇരുന്ന മോനെ. ഇവിടെ എത്ര സ്ത്രീകൾ നിൽക്കുന്നു. അവരെ ഒന്നും പിടിച്ചിരുത്താതെ ഇവരെന്തിനാ ഇവനെ പിടിച്ചിരുത്തിയത്? അല്ലെങ്കിലും സ്ത്രീകൾക്കെന്നും പുരുഷന്മാരാണല്ലോ സിമ്പതി. മുത്തശ്ശി, അവനവൻ ഇരിക്കേണ്ട സ്ഥാനത്ത് അവനവൻ ഇരുന്നില്ലെങ്കിൽ അവിടെ പിന്നെ പട്ടി കയറിയിരിക്കുമെന്ന് പറയുന്നത് എത്ര സത്യ അല്ലേ മുത്തശ്ശി? മിണ്ടാതിരിക്കുന്നതാ ഇപ്പൊ ബുദ്ധി. എന്തെങ്കിലും സംസാരിക്കാൻ പോയി വെറുതെ എന്തിനാ ചമ്മ നിൽക്കുന്നത്? അവന്റെ ഊള കോമഡി കേട്ട് ചിരിക്കാൻ കുറെ എണ്ണം ബസ്സിലുണ്ട് താനും. മോനെ, മോന്റെ പേരെന്തുവാ? പേരിലൊക്കെ എന്തിരിക്കുന്നു മുത്തശ്ശി? എന്നാലും മുത്തശ്ശി എന്നെ കണ്ണ എന്ന് വിളിച്ചോ. എന്റെ അമ്മ എന്നെ അങ്ങനെയാ വിളിക്കാറ്. ടിക്കറ്റ് ബാക്കി തരാട്ടോ. ടിക്കറ്റ് ടിക്കറ്റ്. ചില്ലറയില്ല, ഇറങ്ങുമ്പോൾ തരാം. ആയിക്കോട്ടെ. ഏതോ ഒരു നരമ്പ് രോഗിയാ തോന്നുന്നത്. ബാക്കി കിട്ടിയില്ലല്ലോ. സാറേ, ഇത് സാറിന് തരാനുള്ള 1 രൂപ ഇതിന്ന് എടുത്ത് ബാക്കി 4 രൂപ ആ കൊച്ചിന് കൊടുത്തേക്ക്. അതിനെന്താ ചേട്ടാ? താനെന്താ കളിക്കാ? മര്യാദയ്ക്ക് എന്റെ 4 രൂപ തന്നേക്ക്. എനിക്ക് ക്ലാസ്സിൽ കയറാൻ സമയമായി. എന്ത് 4 രൂപയോ? എന്റെ കയ്യിൽ ചേഞ്ച് ഇല്ലല്ലോ അതിന്. ചേഞ്ച് ഇല്ലെങ്കിൽ തന്റെ 1 രൂപ പോട്ടെ എന്നൊന്ന് വിചാരിക്കണം. എന്നിട്ട് ആ കോയിൻ ഇങ്ങോട്ട് തന്നേക്ക്. എനിക്ക് ക്ലാസ് തുടങ്ങാനായി, സമയം പോകുന്നു. എന്ത് പോട്ടെന്ന് വെക്കാനോ? അപ്പോ എന്റെ രൂപക്ക് വിലയില്ലേ? തന്റെ 1 രൂപ ഈ കാലത്ത് പിച്ചക്കാര് പോലും വാങ്ങത്തില്ല. 1 രൂപ പിച്ചക്കാരൻ വാങ്ങില്ലായിരിക്കും, പക്ഷേ ഈ പട്ടിണി പാവം പിടിച്ച എനിക്കിത് കൂടിയേ തീരൂ. എടോ, തന്റെ കോമഡി കേൾക്കാനൊന്നും എനിക്ക് ഇവിടെ സമയമില്ല. മര്യാദയ്ക്ക് എന്റെ കാശ് തന്നോ, അല്ലേ വൈകിട്ട് എനിക്ക് വീട്ടിൽ പോകാൻ കാശ് തികയില്ല. അപ്പോ ഈ 5 രൂപ തനിക്ക് ഞാൻ തന്നാൽ ഞാൻ എങ്ങനെ വൈകിട്ട് വീട്ടിൽ പോകും? ബസ് ടിക്കറ്റ് എടുക്കാൻ എനിക്കും കുറവ് വരും 1 രൂപ. ഓ, 1 രൂപ പോലും എടുക്കാനില്ലാത്ത താനൊക്കെ ഏത് ദാരിദ്ര്യം പിടിച്ചവിടുന്നാണോ വരുന്നത്? ഡോ, തന്നെ ഞാൻ ഇങ്ങനെ ചുമ്മാ നിൽക്കാതെ എനിക്ക് എന്റെ കാശ് തന്നേക്ക്. എന്റെ പൊന്നു ചേച്ചി, ഇങ്ങനെ നിന്ന് കലപില ഉണ്ടാക്കാതെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ നോക്ക്. താൻ എന്താണോ എന്നെ വിളിച്ചത്? ചേച്ചിയെന്നോ? അപ്പൊ താനാരാ? എന്റെ മാമനോ? അപ്പൊ തനിക്ക് എന്നെ മാമനെന്ന് വിളിക്കാനാ ഇഷ്ടമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. തമിഴ്നാട്ടിലൊക്കെ പെൺകുട്ടികൾ മാമനെയാ കല്യാണം കഴിക്കാറ്. അതെ, ഇതുപോലെയുള്ള പൂവാലന്മാരെയൊക്കെ കുറെ കണ്ടതാ ഞാൻ. എന്നോട് തന്റെ വിളിച്ചിലൊന്നും വേണ്ട. മര്യാദക്ക് എന്റെ കാശ് തന്നോ. അതെ, കുറെ നേരമായല്ലോ മര്യാദ മര്യാദ എന്ന് പറയുന്നു. ഞാനേ ഈ കാശ് ആരുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ച് മേടിച്ചതൊന്നുമല്ല, അത് ഓർമ്മ വേണം. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. തനിക്കാണത് ഓർമ്മയില്ലാത്തത്. ദാ, അവിടെ കാണുന്ന ആ കടയിൽ നിന്നും ചില്ലറ വാങ്ങിച്ചോണ്ട് വാ. തന്നോട് തർക്കിച്ച് നിൽക്കാനൊന്നും എനിക്ക് സമയമില്ല. മഹാറാണിയെ പോലെ അവിടെ തന്നെ നിൽക്കാതെ ബാക്കി വേണമെന്നുണ്ടെങ്കിൽ എന്റെ കൂടെ വന്നോ, അല്ലെങ്കിൽ ഞാൻ ആ വഴി അങ്ങ് പോയേക്കും. ചേട്ടാ, 5 രൂപക്ക് ചില്ലറ എടുക്കാനുണ്ടോ? അല്ല, നമ്മൾ ഇത്രയൊക്കെ അടുത്ത സ്ഥിതിക്ക് പേര് കൂടെ പറഞ്ഞൂടെ? അതിന് തക്ക അടുപ്പമൊന്നും എനിക്ക് തന്നോട് തോന്നിയിട്ടില്ല. ഇനി തോന്നുകയുമില്ല. ലൈൻ വലിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ആ കേബിൾ കണക്ഷൻ ഇവിടെ റേഞ്ച് പിടിക്കില്ലെന്നും കൂടെ കരുതിക്കോ. പേര് ചോദിക്കാൻ നടക്കുന്നു മരങ്ങോടൻ.
എന്താടി ഇത്ര ലേറ്റ് ആയത്? ഞാൻ എത്ര നേരമായി നിന്നെ ഇങ്ങനെ കാത്തു നിൽക്കുന്നു ഇവിടെ. ഓ, ഒന്നും പറയണ്ട. ബസ്സിൽ വെച്ച് ഒരു പ്രശ്നം ഉണ്ടായി. എന്ത് പ്രശ്നം? ഒരു പൂവാലൻ. പൂവാലനോ? ആണ്. നല്ല പൊക്കവും വണ്ണവും ഒക്കെ ഉണ്ട്. പക്ഷേ ആളൊരു തറയാ. അതൊക്കെ പിന്നെ പറയാം. നീ വേഗം നടക്ക്. ക്ലാസ് ഇപ്പൊ തുടങ്ങും. അരുണമാമിന്റെ ക്ലാസ് ആദ്യം. അറിയാലോ അവരുടെ സ്വഭാവം. അറിയാതെ പിന്നെ 19 വയസ്സായിട്ടും അവർ കല്യാണം കഴിക്കാത്തതിന്റെ ചോദിക്ക് തീർക്കുന്നത് പഠിക്കാൻ വരുന്ന പിള്ളേരുടെ പുറത്തല്ലേ. ശിവാനി, ശിവാനി, ഞാനിവിടെ ശിവാനിയെ കാത്തു നിൽക്കുകയായിരുന്നു. അതിപ്പോ പുതുമയുള്ള കാര്യമൊന്നുമല്ലല്ലോ. ശിവാനി, ക്ലാസ് ഏകദേശം കഴിയാറായി. ഇനിയെങ്കിലും നീ എനിക്കൊരു പോസിറ്റീവ് റിപ്ലൈ തന്നേ പറ്റൂ. 1-2 വർഷമല്ല, 3 വർഷമായില്ലേ ഞാൻ നിന്റെ പിറകെ എങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ പറഞ്ഞില്ലല്ലോ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കാൻ. ഫസ്റ്റ് ഇയർ മുതൽ ഇന്ന് വരെ ഞാൻ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. എനിക്ക് ചേട്ടനോട് യാതൊരുവിധ ഇഷ്ടവും ഇല്ലെന്ന്, ഈ തോന്നുകയുമില്ലെന്ന്. ദയവ് ചെയ്ത് എന്നെ ഒന്ന് വെറുതെ വിടണം പ്ലീസ്. ശിവാനി,